ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ ഒരു ടേസ്റ്റി വടയാട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് മൈദ, ഒരു 2 കൂടുതൽ മൈദ എടുത്തിട്ടിട്ടുണ്ട്. ഇച്ചിരി കൂടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ആ കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഓരോ സാധനങ്ങൾ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇല്ലായിരുന്നു കേട്ടോ, കായം കട്ടയായിരുന്നു എൻ്റെ കയ്യിൽ. അല്ലെങ്കിൽ ഇത്തിരി കായവും കൂടി ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് കിട്ടും. കട്ടക്കായ അലിയിപ്പിക്കാനായിട്ട് നേരത്തെ കുറച്ച് വെള്ളത്തിൽ ഇട്ടാൽ മതിയായിരുന്നു, ഞാനത് ചെയ്തില്ല. അല്ലെങ്കിൽ ഇച്ചിരി കായവും കൂടി ചേർത്താൽ ടേസ്റ്റ് കൂടും. ഇത് ക്യാബേജാണ് ചെറുതായിട്ട് നുറുക്കി വെച്ചേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക്, ഇഞ്ചി, സവാള ഉള്ളി നേർമയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഉതിർത്തിയാൽ മതി. ഇത് മല്ലിയില കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. മല്ലിയിലയും കരിവേപ്പിലയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടി നമുക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. ആക്കണ്ട, അത് ആ സവാള ഉള്ളി അങ്ങോട്ട് ഞാൻ അരിഞ്ഞിട്ട് അങ്ങനെ തന്നെ വെച്ചത്. അതൊന്ന് തിരുമിയിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് പോരും. എന്നിട്ട് അത് നമ്മളിത് ഇങ്ങനെ കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് കേട്ടോ കുഴച്ചത്. അത് ഇത്രയും മതി, ഇത്രയും ഭാഗം മതി. ഇനി കൂടുതൽ അഴവായി പോകണ്ട. ആ പാകത്തിൽ ഒന്ന് കുഴച്ച് വെച്ചിട്ട് എണ്ണ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് സിമ്മിൽ വെക്കണം കേട്ടോ, ഫുൾ തീയിൽ വെക്കരുത്. അത് ഒന്ന് വെന്ത് കിട്ടണമല്ലോ, ഉള്ളിയും ക്യാബേജും ഒക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. എന്നിട്ട് നല്ല മൊരിഞ്ഞ വടയായിട്ട് കിട്ടും. ഉള്ളിവട ഉണ്ടാക്കണതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും. ക്യാബേജ് ചേർത്തിട്ട് വിചാരിച്ച് നമുക്ക് വ്യത്യാസ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അതും ചായയും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇന്ന് ഞാനിവിടെ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളതാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണം കേട്ടോ.